അല്ല, നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവണം. കൂടെ ഞങ്ങൾക്ക് എന്താ ഗുണം? ഞാൻ കെട്ടുന്ന പെണ്ണിന്റെ സ്വത്തിന്റെ ഒരു 1% ഞാൻ നിങ്ങൾക്ക് തരും. ഒരു ചായ പറഞ്ഞു. അല്ല, 1%ത്തിന്റെ 50% യേശുവേട്ടനും 50% വാസു. എന്നാ അതില് പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അപ്പഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവും അല്ല. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് പിന്നെ ചീട്ടുകളി തുടങ്ങി പിടിച്ചുപറി വരെ എവിടെയേ അവൻ നേടും. ഇല്ലിക്കൽ റപ്പായുടെ മോനല്ലേ? ആ, എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കും. പെണ്ണുങ്ങളുടെ പൂങ്കണ്ണീര് കണ്ട് വീഴാത്തവനാ ശരിക്കുള്ള ആണ്. നീയൊക്കെ വെറും പെങ്കോന്തൻ. എന്താ കുഞ്ഞമ്മേ? നിങ്ങളെ അല്ല. ഉള്ളിലെന്തോ ഒരു വിങ്ങല് പോലെ. വിങ്ങലെന്ന് പറഞ്ഞാ എന്താ? വയറുവേദന? മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ. എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ? എത്ര വേഗത്തിലാ ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ? ഈ ട്രെയിൻ ആ വഴി പോവില്ല. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്ന പുറപ്പെടുന്നു. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ. അപ്പൊ നിമിഷയ്ക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടം? ഇല്ല, ഇഷ്ടമല്ല. എനിക്ക് സാരി ഉടുത്ത് ആ പറയാൻ പോലെ മുല്ലപ്പൂ ചൂടി ചന്ദനക്കുറിയെല്ലാം ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒഴുങ്ങാൻ ഇഷ്ടമല്ല. മേക്കപ്പ് അങ്ങനെ വലിയ കമ്മല അങ്ങനത്തെ ഒരു ആഗ്രഹം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഇതാണ് ചെയ്യണ്ടേ? ചേച്ചി, ഞാൻ എന്റെ പേഴ്സണൽ ഫീലിംഗ് പറയാണ്. എന്നെ നിങ്ങൾ സ്ക്രീനിൽ കണ്ട് സന്തോഷിച്ചാൽ മതി. ബാക്കി എന്റെ പേഴ്സണൽ ലൈഫ് അല്ലേ. എത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പോലും അതിന്റെ താഴെ വന്ന് ഒരു നെഗറ്റീവ് എങ്കിലും അത് വരും. അതെന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കാരണം എന്തായിരിക്കും? കാരണം തൊഴിലില്ലായ്മ. പോലെയെന്ന് ഈ അപ്പൂപ്പന്റെ വൈഫ് കാന്താരി മമ്മൂമ്മ പോലെയാണ് ഗൈസ് ഇപ്പൊ കല്യാണിരിക്കുന്നത്. താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ആ, അതെ, ശരി. തന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ മാണി ഇങ്ങോട്ടൊന്നും പണയല്ല. ഇതിനകത്ത് ആരാ ചെക്കനാരാ? ഈ മുണ്ടെടുത്ത് മിണ്ടായിരിക്കുന്നതാണ് ചെക്കൻ. നാണം കണ്ടില്ലേ കള്ള? എന്റെ അനിയനാ, ഞങ്ങളും ഈ നാട്ടുകാർ തന്നെയാ. ഇയാളിപ്പോ എന്താ ചെയ്യണേ? എന്ത് ഫാമാണ്? അൽഫാം.